റിവിറ്റ് MEP മലയാളത്തിൻ്റെ 42ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഡോർ ഡിസൈനിങ്ങാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡോർ എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലെവൽ 2ലേക്ക് വന്നു. ലെവൽ 2ലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കൃത്യമായിട്ട് തന്നെ നമ്മൾ ഡോറെല്ലാം നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഡോറ് വെക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് മെഷർമെൻറ്റും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ മനസ്സിലാക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു ഡോറ് നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൃത്യമായിട്ട് വെക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എലിവേഷനിലേക്ക് വരുവാണ്. എലിവേഷനിലേക്ക് വരുമ്പോൾ ഞാനിവിടെ സൗത്ത് വ്യൂ ആണ് എടുത്തത്. ഓക്കെ, സൗത്ത് വ്യൂ എടുക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു വ്യൂ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ലെവൽ 2 എന്ന് തന്നെയാണ് നമ്മുടെ ഡോറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അനോട്ടേറ്റിലേക്ക് വന്നതിന് ശേഷം ഇവിടെ അലൈൻ എടുത്തു. ഓക്കെ, ഇവിടെ വാൾ ഫേസ്. ഓക്കെ, ഞാൻ ഇപ്പം ലെവൽ 2 എന്ന് ഇതുവരെ ഡോറിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് എടുക്കുകയാണ്. ഓക്കെ, ടോപ്പ് വരെയുള്ള ഹൈറ്റ് എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ് വന്നത്? 2125 mm വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡോറിൻ്റെ ഹൈറ്റ് എത്രയാണ് കൊടുത്തത് നമുക്ക് നോക്കാം. അതിന് ഡോർ സെലക്ട് ചെയ്യണം, എഡിറ്റ് ടൈപ്പിലേക്ക് വേണം. ഡോറിൻ്റെ ഹൈറ്റ് ഇവിടെ 2100 കൊടുത്തത്. പക്ഷേ നമ്മളിവിടെ മെഷർമെൻറ്റ് എടുത്തപ്പോൾ 2125 വന്നു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ഈ ഡോറിൻ്റെ മെഷർമെൻറ്റ് എടുത്ത ഈ ഒരു ടോപ്പ് ലൈനിൽ നിന്നാണ്. അതായത് ഇത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് റിയലിസ്റ്റിക്കിലേക്ക് പോവാം. ഓക്കെ, റിയലിസ്റ്റിക്കിൽ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് കട്ടളപ്പടി എന്ന് പറയുന്നത് ഇതുവരെയേ ഉള്ളൂ. ഓക്കെ, ഇതൊരു പാനൽ പോലെ വന്നിരിക്കുന്നതാണ്. നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇതൊരു സ്ക്വയറിനൊരു പാനൽ പോലെ ഇവിടെ വന്നിരിക്കുന്നതാണ്. നമുക്ക് ഇതുവരെയുള്ള ഹൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഷെയ്ഡറിലേക്ക് പോവുകയാണ്, അല്ല ഹെഡ് ലൈനിലേക്ക് പോവുകയാണ്. ഹെഡ് ലൈനിലേക്ക് പോയതിനു ശേഷം ഇവിടെ അനോട്ടേറ്റിനകത്ത് അലൈൻ എടുത്തു. അലൈൻ എടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു ലൈനിൽ നിന്ന് താഴെ ലെവൽ വരെ ഒന്ന് മെഷർമെൻറ്റ് എടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ 2100 വന്നിരിക്കുന്നത്. അതായത് ഇതൊരു പാനൽ പോലെ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു നെറ്റ് പോലെ വന്നിരിക്കുന്നതെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഡോറിൻ്റെ ഹൈറ്റ് എടുക്കേണ്ടത്. ഇതുപോലെ നോക്കി നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തായിട്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ഈ ഡോറിൻ്റെ ഹൈറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് ഡോറിൻ്റെ ഹൈറ്റ് മാറില്ല, റിയൽ ഹൈറ്റ് മാറില്ല. അതായത് 2100 തന്നെ ആയിരിക്കും. പക്ഷേ ചില കേസുകളിൽ നമുക്കറിയാം, നമ്മൾ ഫ്രണ്ട് ഡോറൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഫ്ലോറിൽ അല്പം ഉയർന്നായിരിക്കും ഡോർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ സെലക്ട് ചെയ്യുക. ഡോർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഡോറിൻ്റെ ഹെഡ് ഹൈറ്റ് അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ 2100 ഇടാം, പക്ഷേ എനിക്ക് വേണ്ട 2200 ഹെഡ് ഹൈറ്റ് വരേണ്ടത്. അങ്ങനെ എപ്പോഴും കേട്ടോ ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഡോറിൻ്റെ സൈസിൽ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ലെവൽ 2 ടോപ്പ് എൻഡ് വരെ എന്ന് പറയുന്നത് 2200 ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഡോറിൻ്റെ ഹൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഡോറിൻ്റെ ഹൈറ്റ് എടുത്ത് നോക്കുമ്പോഴേക്കും കൃത്യമായിട്ടത് മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ഡോറിൻ്റെ ഹൈറ്റ് എടുക്കുകയാണ്. ഡോറിൻ്റെ ഹൈറ്റ് എടുത്ത് കണ്ടോ 2100 ഡോറിൻ്റെ ഹൈറ്റ്. പക്ഷേ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2200. അതുപോലെ തന്നെ എനിക്കിപ്പം ഇവിടുത്തെ ഹൈറ്റ് അറിയാം. ഇവിടുത്തെ ഹൈറ്റ് അറിയാമെങ്കിൽ അതെനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു 50 mm ഉയർന്ന് നിന്നാൽ മതി. ആണെങ്കിൽ ഡോർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സിൽ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, അത് വന്നതിന് ശേഷം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എത്രയാണ് 50. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഉയരം അല്പം ഡൗൺ ആവും. ഇവിടെ നമുക്ക് പറയാം 2150 ആയിട്ടുണ്ട് ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഡോറിൻ്റെ ഹൈറ്റിന് വ്യത്യാസമൊന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡോറിനെ അലൈൻ ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ ഇനി നമുക്ക് വിൻഡോ എങ്ങനെയാണ് നമ്മളെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത്